2020 ആലുവ നിയോജകമണ്ഡലം ഓഫീസ് പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. അത്താണിയിൽ നിന്നും എളവൂർ റോഡിൽ 200 മീറ്റർ മാറിയാണ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. 2020 രാഷ്ട്രീയ പാർട്ടിയുടെ ആലുവ നിയോജകമണ്ഡലം ഓഫീസ് ആലുവ അത്താണിക്ക് സമീപം പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു. ആലുവ നിയോജകമണ്ഡലത്തിൽ ആദ്യമായി 2020 പാർട്ടിയുടെ ഒരു കമ്മിറ്റി ഓഫീസ് എന്ന രീതിയിൽ എല്ലാവർക്കും സൗകര്യപ്രദമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചൊരു മീറ്റിംഗ് കൂടുമ്പോൾ അത് ഈ പാർട്ടിയുടെ മുന്നോട്ട് പോക്കിന് ഒത്തിരി അധികം പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയം, പ്രത്യയശാസ്ത്രം, ഇതെല്ലാം ഒന്നാണ്. അത് ജനക്ഷേമ രാഷ്ട്രീയമാണ്. ആ ജനക്ഷേമ രാഷ്ട്രീയം അതിനുവേണ്ടി മുൻനിർത്തി പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആ ഒരു സാഹചര്യം ഇന്ന് നമ്മൾ ഭരിക്കുന്ന പഞ്ചായത്തുകളിലെല്ലാം നമ്മൾ നടത്തി അത് തെളിയിച്ച് വിജയപ്രദമായി മുന്നോട്ട് പോകുന്ന ആ പദ്ധതികളെല്ലാം അത് മറ്റു നിയോജക മണ്ഡലങ്ങളിലേക്കെല്ലാം എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രഥമ പരിഗണന. 2020യുമായി ബന്ധപ്പെട്ട ആലുവ നിയോജക മണ്ഡലത്തിലെ പ്രവർത്തനങ്ങൾ ഇവിടെ നിന്നായിരിക്കും ഇനി ക്രമീകരിക്കുകയെന്നും പ്രവർത്തകർ അറിയിച്ചു. ആലുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് ജോസ് മാവേലിയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ 2020 ഭാരവാഹികളായ അഡ്വക്കേറ്റ് ചാർലി പോൾ, ബെന്നി ജോസഫ്, അഡ്വക്കേറ്റ് ബേബി പോൾ എന്നിവർ പ്രഭാഷണം നടത്തി. കഴിഞ്ഞ 10 വർഷം കൊണ്ട് കിഴക്കമ്പലം പഞ്ചായത്ത് മുതൽ അടുത്തുള്ള 4 പഞ്ചായത്തുകൾ അവിടെ നല്ല സൽഭരണം കാഴ്ചവെച്ച് അഴിമതിയും സ്വജനപക്ഷപാതവും ഗുണ്ടായുസവും എല്ലാം മാറ്റി അവിടുത്തെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ എല്ലാം നടപ്പിലാക്കിക്കൊണ്ട് മുന്നേറുന്ന ഒരു വലിയ പ്രസ്ഥാനമായി നമ്മുടെ 2020 ആയി കഴിഞ്ഞിരിക്കുകയാണ്. അക്രമോ അരാജകത്വമോ ഒന്നും ഇല്ലാത്ത, അഴിമതിയില്ലാത്ത, സ്വജനപക്ഷപാതമില്ലാത്ത, നാടിനെ സേവിക്കാൻ കഴിയുന്ന ഒരു ജനപക്ഷ രാഷ്ട്രീയമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന നികുതി പണം കൊണ്ട് തന്നെ നമുക്ക് അപ്രകാരമുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുമെന്ന് തെളിയിച്ച പാർട്ടിയാണ് 2020. UP, ബീഹാർ, ഗുജറാത്ത്, ഇന്ത്യയിലെ ഏത് സംസ്ഥാനം എടുത്തോ അറിവില്ലായ്മ കൊണ്ട്, വിദ്യാഭ്യാസം ഇല്ലാത്തത് കൊണ്ട്, മറ്റ് പല ശേഷി കുറവ് കൊണ്ടാണ് ആ നാട് നശിക്കണമെങ്കിൽ നമ്മൾ ലജ്ജിച്ച് തല താഴ്ത്തേണ്ട ഒരു കാര്യം പറയാം. സംസ്കാരവും വിദ്യാഭ്യാസവും വൃത്തിയും എല്ലാം ഉണ്ടെന്ന് അഹങ്കരിക്കുന്ന മലയാളികൾ ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ തല കുനിഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ 2020 എന്ന പ്രസ്ഥാനം സാബു എം ജേക്കബിന് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു 10 തലമുറക്ക് തിന്നാൻ അല്ലെ 100 തലമുറക്ക് തിന്നാനുണ്ടായിട്ട് ഈ നാടൊന്ന് രക്ഷപ്പെടട്ടെ എന്ന് പറഞ്ഞിട്ടും അദ്ദേഹത്തിന് തെറിവറയുകയും അദ്ദേഹത്തെ ഇത്രയും ഉപദ്രവിക്കുകയും ചെയ്തു. ബെന്നി ജോസഫ് ഇതൊക്കെ കഴിഞ്ഞതാ. ഈ വണ്ടിയിൽ ഞാൻ കയറിയേക്കണ ഇനി കുറെ ദുരിതങ്ങൾ കാണാനും കൂടിയാ. ഈ 2020യുടെ ഒപ്പം ഞാൻ നിൽക്കുന്നത് നിങ്ങൾക്ക് തരുന്ന, നിങ്ങളെ മാത്രമല്ല കേട്ടോ ഉദ്ദേശം, കേരളത്തിലെ മലയാളികൾക്ക് തരുന്ന അമൃതാണ്, രക്ഷയാണ് 2020. മണ്ഡലം ഭാരവാഹികളായ എം റേജു, റെജി പ്രകാശ്, സേവിയർ ആന്റണി, PN സോമൻ, ജോയ് സെബാസ്റ്റ്യൻ, രാജീവ് TE, ധാത്രി ബാലൻ, മേരി ഷാജു, ഷിബു സെബാസ്റ്റ്യൻ, സാജു പോൾ, സന്തോഷ് മാത്യു, കുര്യാക്കോസ് വൈദ്യൻ, അശോകൻ TN, ഗ്രേസി വിൽസൺ, ഗ്രേസി ഇട്ടൂപ്പ്, ശോഭ R തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ആലുവ. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം. ഇനി മുതൽ ലൈറ്റ് റേറ്റിലും ലൈറ്റ് വെയ്റ്റിലും ഡെയിലി ട്രെൻഡായി അണിഞ്ഞൊരുങ്ങാൻ ആലുവ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. എറണാകുളത്തെ ഏറ്റവും വലിയ ലൈറ്റ് വെയ്റ്റ് ഷോറൂം ഇനി ആലുവയ്ക്ക് സ്വന്തം.